നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഫ്ലൈവുഡ് ഫാക്ടറി ഉടമകൾ വൻ പ്രതിസന്ധിയിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള മാഫിയ സംഘങ്ങൾ മൂപ്പത്താത്ത മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. 2 മാസത്തോളമായുള്ള ഈ മാഫിയകളുടെ പ്രവർത്തനം ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നോർത്ത് മലബാർ ഫ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി 17-ന് കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും അനധികൃതമായി ഹാർഡ്വുഡ് കട്ടേൺസ് ലൈസൻസ് ഇല്ലാതെ തടികൾ തോല് പൊളിച്ച് കടത്തുന്ന മാഫിയ സജീവമാകുമ്പോൾ പ്ലൈവുഡ് ഫാക്ടറി ഉടമകൾ പ്രതിസന്ധിയിലാവുകയാണ്. ദിവസം 1000 ടണ്ണോളം തടികളാണ് തമിഴ്നാട്ടിലേക്ക് വൻ മാഫിയ സംഘം കടത്തുന്നതെന്ന് നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് വനമേഖലയിൽ അടുത്തായി മൈതാനങ്ങളിൽ തടിമരങ്ങൾ ശേഖരിച്ച് ഫോറസ്റ്റ് അനുമതിയും പൊല്യൂഷൻ അനുമതിയും ഇല്ലാതെ നിയമവിരുദ്ധമായി 75 HP ട്രാക്ടർ മെഷീൻ ഉപയോഗിച്ച് അതിന് യന്ത്രം ഘടിപ്പിച്ച് തടിമരങ്ങൾ തോല് പൊളിച്ച് അതിൻ്റെ സ്വാഭാവികം നഷ്ടപ്പെടുത്തി നിയമവിരുദ്ധമായി വിറകാക്കി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുന്നത് തടയുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത്. നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചറിംഗ് ഭാരവാഹികളാണ് ഞങ്ങൾ. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരു അനുമതിയുമില്ലാതെയാണ് ഇതിവരെ ഇങ്ങനെ ഈ മരം ഇത്ര HP ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് വിറകാക്കിയിട്ട് കയറ്റുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടി അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കണ്ണൂർ പ്രതിഷേധം ധർണയും നടത്താൻ നമ്മൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. തോല് പൊളിച്ച് വിറകാക്കിക്കൊണ്ടാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് മരം കടത്തുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് പോലും ഇവർക്കില്ല. മൂപ്പത്താത്ത മരങ്ങൾ അനധികൃതമായി മാഫിയ സംഘം കടത്തുമ്പോൾ വനനശീകരണം പെട്ടെന്ന് നടക്കും. 2 മാസത്തോളമായി ഈ മാഫിയ സംഘം പ്രവർത്തനം തുടങ്ങിയിട്ട്. കാസർഗോഡ്, മയിലാട്ടി, കുമ്പള, നീലേശ്വരം, തളിപ്പറമ്പ്, പൂനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് അനധികൃതമായി മരം മുറിച്ചു കടത്തുന്നത്. ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ കാര്യം അറിയിച്ചെങ്കിലും വേണ്ട നടപടി ഉണ്ടാവുന്നില്ല. വൻതോതിലുള്ള വനനശീകരണമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇത് തടയാനുള്ള നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അതൊന്നും കാര്യക്ഷമമല്ല എന്നുള്ള മട്ടിലാണ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യം തുടർന്നാൽ നമ്മുടെ നാട്ടിലെ പ്ലൈവുഡ് ഡോർ ഫാക്ടറി പീലിംഗ് യൂണിറ്റുകൾ സ്തംഭിക്കും. അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെ ഫാക്ടറികൾ അടച്ചിടേണ്ടി വരും. ജനപ്രതിനിധികളും വ്യവസായ വകുപ്പും വനം വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്ത് അധികൃതരും അടക്കം പ്രശ്നത്തിന് പരിഹാരം കാണണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 17-ന് രാവിലെ 10:30-ന് കണ്ണൂർ കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഫാക്ടറി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് എല്ലാ പ്ലൈവുഡ് ഡോർ വ്യവസായികളും മാർച്ചും ധർണയും നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TP നാരായണൻ, സംസ്ഥാന സെക്രട്ടറി TP വാസുദേവൻ, ട്രഷറർ BP ഗഫൂർ, എക്സിക്യൂട്ടീവ് അംഗം TV മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.